എന്റെ ട്രാൻസ്ഫോർമേഷൻ എളുപ്പാക്കിയത് 3 വഴികളാണ്. അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. നമ്പർ 1, അവൾ പ്രഗ്നന്റ് ആയത് മുതലും അതിനുശേഷവും അവളുടെ ബോഡി വെയിറ്റ് ഗെയിൻ ആയത് നമ്മൾ ശ്രദ്ധിച്ചതേയില്ല. മറിച്ച് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ബോഡി കോമ്പോസിഷൻ, എൻഡ്യൂറൻസ്, സ്ട്രെങ്ത് ആൻഡ് മൊബിലിറ്റിയുമാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സ്ട്രക്ചറൽ വർക്കൗട്ടും ചെയ്യുമായിരുന്നു. നമ്പർ 2, ഒരിക്കലും അവളുടെ ഫുഡിന്റെ അളവ് കുറയ്ക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൾ ഫീഡിങ് കൊടുക്കുന്നതിനാൽ അവളുടെ ഫുഡിന്റെ അളവ് കുറയ്ക്കാനേ കഴിയുമായിരുന്നില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ ഫീഡിങ് ചെയ്യുന്നതിനാൽ എന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ BMR ബേസ്ഡ് ന്യൂട്രീഷൻ ഡയറ്റ് ആണ് ചെയ്തത്. നമ്പർ 3, ഇങ്ങനെയുള്ള യാത്രയിൽ നിങ്ങളുടെ ഫിറ്റ്നസ് എവിടെ വെച്ച് വേണമെങ്കിൽ നഷ്ടപ്പെടാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യരുത്. അതെ, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. എന്റെ വർക്കൗട്ട് പ്ലാനിലായാലും ഡയറ്റ് പ്ലാനിലായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. യെസ്, ഇതുപോലെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഞങ്ങൾ കൂടെയുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ DM ചെയ്യുക. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.